മദീനക്കാർ ആര് ഞങ്ങളെ മുട്ട യുദ്ധത്തിന് വരുന്ന തീരാ? മക്കക്കാർ പറഞ്ഞു. മക്കക്കാർ ഞങ്ങളെ ചങ്ങായിമാർ, ഞങ്ങളെ ഒന്നിച്ചിട്ട് പുറന്ന് ജനിച്ച് കളിച്ച് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ നിന്റെ പെറോന്ന് ഓടി വന്ന മക്കത്തവരില്ലേ, ഹംസ, ഉമർ, അബൂബക്കർ, ഉബൈദത്ത്, അലി, ഓറിങ് വരട്ടെ ബാ. ഈ സമയത്തിലാണ് മുഹാജിറന്റെ വാക്ക് കേട്ട് മൂന്തി മൂണ്ട് സിംഹരം മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും ഹൈദറാം. മുഹാജിറിന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം മുന്നിലെ ഉബൈദത്തും ഹംസയും ഹൈദറാം. ജിഹാബിര തീരണ്ട് സഫീഡക്ക് ചെണ്ട് ഹാളി ചീർമതം തരിത്ത് കൊണ്ട് ചോടിയണ്ടേ കാഫിറ. മുഹാജിറിന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാ മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും ഹൈദരാ. മക്കക്കാരായ മുഹാജിരിങ്ങള് മക്കത്ത് മുഹമ്മദ് നബിയോട് കൂടെ മദീനത്തേക്ക് വന്നിട്ടില്ലേ, അവർ വരട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് 3 സ്വഹാബികളാണ് ബദരിങ്ങൾ റെഡിയായി. ഒന്ന് വയസ്സനായ ഉബൈദ് റളിയല്ലാഹു അൻഹു. അവിടെ ഒരു ബയസ്സനുണ്ട്, കിളവൻ ഉത്തുബത്ത്. അപ്പൊ അവന് യുദ്ധം ചെയ്യണമെങ്കിൽ ബയസ്സനെ പോണം. യുദ്ധക്കളത്തിൽ നീതി ഉണ്ട്. അവിടെ പെണ്ണുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ കൊല്ലലില്ല. ബാല്യക്കാരനോട് ബാല്യക്കാരൻ, വയസ്സനോട് ബയസ്സനോ, അങ്ങനെയാണ് താഴ്ത്തുന്നത്. മനസ്സിലായ? എന്റെ പോലത്തെ പാപ്പത്ത് നിന്റെ പോലത്തെ പോലല്ല അടിക്ക് വരുന്നത്. അവിടെ ഉത്തുബത്തുണ്ട്. അതേപോലെ വയസ്സനായ ഉബൈദ് റളിയല്ലാഹു അൻഹു. അവിടെ ശൈബത്ത് ബാല്യക്കാരനുണ്ട്. ബദരിങ്ങൾക്കുള്ള കമാൻഡറായ അസദുല്ലാ ഹംസത്തുൽ കറാർ ബാല്യക്കാരനാണ്. അവിടെ വലീദ് ഉണ്ട്. അതേപോലത്തെ ചെറുപ്പക്കാരനാണ് ബഹുമാനപ്പെട്ട അലി. ഈ 3 ആൾക്കാരും കുതിരയെ വിറപ്പിച്ചുകൊണ്ട് നേരെ ഇവർക്കുള്ള മുന്നിലേക്ക് പോയി. ഉത്തുബത്തിന്റെ മുന്നിൽ ഉബൈദ് റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരനായ വലീദിന്റെ മുന്നിൽ ചെറുപ്പക്കാരനായ അലി റളിയല്ലാഹു അൻഹു, ബാല്യക്കാരനായ ഷൈബത്തിന്റെ മുന്നില് ബാല്യക്കാരനായ ഹംസ റളിയല്ലാഹു അൻഹു. ഇവർ ഇങ്ങനെ തയ്യാറായി. ഉത്തുബത്ത് ഇങ്ങനെ നോക്കി, ഉബൈദ നോമ്പ് നോമ്പ് നോമ്പ്, പട്ടിണി കടന്ന് മരിക്കാനായില്ല, നിന്നെ ഞാൻ കൊല്ലണല്ലോ ഉബൈദ. ഉബൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാഫ് മീം കാഫ് പ്ലസ് മീം കാഫ് മീം മൈനസ് കാഫ്. ഇവിടെ ഞമ്മളുടെ ഉദ്ദേശം എന്താണെന്നറിയോ? മീം മൈനസ് കാഫ്. ഇവിടെ ചങ്ങായിത്തരം തറവാടൊന്നില്ല, ഹക്ക് ബാത്തിൽ പോരാട്ടം. ഞാൻ നിന്നോട് യുദ്ധത്തിന് വന്നവനാണ്. ഈമാന്റെ പവർ അല്ലേ? നിന്റെ ആയിമാൻ ഉണ്ടെങ്കിൽ കള്ളിന്റെ പവർ എല്ലാം. അപ്പോഴാണ് ഷൈബത്ത്, ഹംസ ഞാൻ നിരിച്ചിന് നിന്നൊന്ന് എതിർക്കെതിർ കിട്ടണോ? ഹംസ പറഞ്ഞ്, അതെ എതിർക്കെതിരൊന്ന് കിട്ട ഒന്ന് മുട്ടാ ഞാൻ വന്നതാ. അപ്പൊ വലീദ്, അലി അലി നീ അലിയല്ല എലി. പറയാ നീ അലിയല്ല എലി. എലിനെ പിടിക്കാൻ വേണ്ടി ഒരു പൂച്ച, പക്ഷെ ഞാൻ പൂച്ചല്ല, ഞാൻ പുലി. പുലി ഇപ്പൊ എലിനെ പിടിക്കും. ഇങ്ങനെ പവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആദ്യമായിട്ട് ഇവിടെ യുദ്ധം ഞാൻ പറയുന്നത് ഹംസ റളിയല്ലാഹു അൻഹു ഷൈബത്ത്. ഹംസ റളിയല്ലാഹു അൻഹു ഷൈബത്ത് 2 ആൾക്കാർ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ കുറെ യുദ്ധം ചെയ്ത് ഹംസ റളിയല്ലാഹു അൻഹു ഷൈബത്തിനെ കൊന്നു. അവനവിടെ വീണ്. അബൂജഹൽ ആൾക്കാർ നോക്കി, ഒന്ന് പോയി. നബി സ്വഹാബത്ത് കാണുന്നു, ഹംസ റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് 2ാമത്തെ യുദ്ധം അവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു യുദ്ധം. അലിന്റെ യുദ്ധം ഭയങ്കര ചന്ത നോക്കാൻ. അതങ്ങനെ ഒരു പൂച്ച എലിനെ പിടിക്കുന്ന പോലെയാണ്. നിങ്ങൾ അട്ടത്തൊക്കെ കയറണി, പട്ട ഇല്ലല്ലേ? ഇപ്പൊ തട്ടത്ത് എലി ഇരിക്കുക, ചൂടില്. എലിനെ പൂച്ച പിടിക്കുന്ന എങ്ങനെ അറിയോ? അത് പുലിന്റെ യുദ്ധമാണ്. ഞാൻ ഒരു ചോദ്യം കേക്കട്ടാ? കൂറയില്ലേ? അതാരത് പേരല്ലേ? കൂറ നല്ല ചെല്ലുന്നു. പെണ്ണുങ്ങക്കാരെ പേടി, കൂറന്റെ പേടിയല്ലേ? കൂറക്കാരെ പേടി, എലിന്റെ പേടി. എലിക്കാരെ പേടി, പൂച്ചരെ പേടി. പൂച്ചക്കാരെ പേടി, നായിന്റെ പേടിയല്ലേ? നായ്ക്കാരെ പേടി, സിംഹത്തിന്റെ.
ആണുങ്ങളെ പേടിയല്ലേ? ആണുങ്ങൾക്കാരെ പേടി? ഓ മംഗളൂരു അല്ല അവിടെ നിക്കെന്തിളകൊന്നു. ആണുങ്ങൾക്ക് പെണ്ണിന്റെ പേടി. പെണ്ണിനാരെ പേടി? പാന്തന്റെ പേടി. ഇത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്നാലോ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഏതാകട്ടെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ യുദ്ധം ഭയങ്കര വലീദ് ഇങ്ങനെ കൊത്തുമ്പോ അലിയാർ തിരിച്ചു കൊത്തൂല, ഇങ്ങനെ മാറി നിൽക്കും. അത് സ്പീഡ് കൊത്തിയതില്ലേ ഓനെ കിട്ടുകാളിലേക്ക്. രണ്ടാമതോ ചാടി വെട്ടുമ്പോ അലിയാർ മാറി നിൽക്കും. എന്നിട്ട് ഓന്റെ കയ്യിൽ എത്ര കൊത്തുണ്ട്, എത്ര അടിയുണ്ട്, എത്ര ഫൈറ്റ് ഉണ്ട് അലിയാർ നോക്കും. അലിയാർ ഭയങ്കര ചാമ്പ്യനാണ് ഈ കളിയിലൊക്കെ. എന്നിട്ട് അലിയാർക്ക് മനസ്സിലായി, റബ്ബേ ഓൻ ഇത്ര ഉഷാറുണ്ടല്ലേ, ഓന് ദീനിന് കിട്ടിയില്ലെങ്കിൽ എന്ന് നന്നായിരുന്നു. അതുകൊണ്ട് ഓനെ കൊന്നില്ല, ഓനെ തടുത്ത് 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 പിടിച്ചു. ഞാൻ എലി, നീ പുലി. നീ പുലിയല്ല, സർബത്തിനെടുത്ത ഘട്ടത്തിന്റെ ലിംബ പുലി. നീ ഒന്ന് തൗഹീദിലേക്ക് വന്നാൽ എന്ത് നല്ലറാ. ഞാൻ വരൂല. അവനോട് ചത്തി വീണു. അലി റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുമ്പോ അവിടെ മൂന്നാമത്തെ ഒരു യുദ്ധം നടക്കുന്നു. സുബ്ഹാനല്ലാഹ്. വയസ്സനായ ഉബൈറത്ത് റളിയല്ലാഹു അൻഹു തൊണ്ടനായ ഉത്ബത്തിനോട് യുദ്ധം ചെയ്യുകയാണ്. ഘോരമായ പോരാട്ടം ചെയ്യുന്ന ഉബൈറത്ത് റളിയല്ലാഹു അൻഹു, താടിയെല്ലാം നരച്ച ഉബൈദത്ത്, പള്ളിയിൽ നോമ്പ് പിടിച്ചിട്ട് ഭക്ഷണമില്ല, വട്ടകത്തിന്റെ പാലും കാരക്ക മാത്രമാണ്, കാലിൽ ചെരുപ്പില്ലാതെ ഉബൈറത്ത് റളിയല്ലാഹു അൻഹു മഹ്ശറ പോലെയുള്ള ബദറിന്റെ പോർക്കളത്തിൽ വെച്ചിട്ട് ആ ഉച്ച സമയത്തിന് ഘോരമായ പോരാട്ടം ഇങ്ങനെ നടത്തുകയാണ്. എല്ലാരും ദുഃഖത്തോടുകൂടെ നോക്കുന്നു. അങ്ങനെ യുദ്ധം ചെയ്ത് 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 കുറെ സമയം കഴിയുമ്പോ ഉത്ബത്ത് എന്ന് പറയുന്ന കിളവനുണ്ടല്ലോ, അവൻ കയ്യിലുള്ള വാള് കൊണ്ട് ഉബൈറത്ത് റളിയല്ലാഹു അൻഹുവിനെ ആഞ്ഞിങ്ങനെ കൊത്തി. ആ കൊത്ത് നേരെ വന്നിട്ട് ഉബൈറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാലിലേക്ക് കിട്ടുകയാണ്. എന്നിട്ട് തൊടയോടുകൂടെ കാല് കഷ്ടമായിട്ട് തായോട്ട് വീണു. സുബ്ഹാനല്ലാഹ്. അത് കണ്ടമായി വീണപ്പോ അസ്റായിൽ അലൈഹിസ്സലാമിനെ ഉബൈദ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. ബഹുമാനപ്പെട്ട ഉബൈദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കുതിരന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വീഴുന്നു. വീഴുമ്പോൾ ഉത്ബത്ത് ഓടി വന്നിട്ട് ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ തല എടുക്കാൻ നോക്കുന്നു. ആ സമയത്തിലാണ് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു കാലില്ല, തന്റെ കയ്യിലുള്ള വാള് കൊണ്ട് അവന്റെ തലക്ക് ഒരു കൊത്തു കൊടുത്ത് അത് അവന്റെ ചങ്കിലേക്ക് കിട്ടി. ആടർത്തത് പോലെയായി, ഫുള്ള് മുറിഞ്ഞിട്ടില്ലോ. ഓനൊരു ഭാഗത്ത് തുള്ളി ചാടി പിടക്കാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി. അപ്പലാണ് അലി റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു ഓടിപ്പോയിട്ട് ഉത്ബത്തിനെ പിടിച്ചിട്ട് ഓനെ കൊന്നു. കൊന്നിട്ട് നേരെ ഈ ഭാഗത്തിലേക്ക് വരുമ്പോ ബഹുമാനപ്പെട്ട ഉബൈറത്ത് റളിയല്ലാഹു അൻഹു കടലിൽ നിന്ന് ഒരു മീനിനെ, ഒരു പുഴയിൽ നിന്ന് ഒരു മീനിനെ പിടിച്ചിട്ട് കരയിലേക്ക് പൊയ്യയിലേക്ക് ഇട്ടാൽ അത് എങ്ങനെയാണ് പിടക്കുക? അപ്രകാരമാണ് ബദറിന്റെ പോർക്കളത്തിൽ കാലില്ലാതെ ചോരയിൽ കുളിച്ച ഉബൈദത്ത്, വെളുത്തതായ താടിയെല്ലാം ചോര കൊണ്ട് ചുവന്നതായ ഉബൈറത്ത് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തതാ ഇങ്ങനെ പിടക്കുമ്പോഴേക്കാണ് ഹംസ റളിയല്ലാഹു അൻഹു ഓടിപ്പോയി, അലി റളിയല്ലാഹു അൻഹു ഓടിപ്പോയി. എന്നിട്ട് ഉബൈറത്ത് റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഹദ്റത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതാ പൂകിന്താരിരൂപേരും അദീക്ഷണത്തിൽ പുകഴും ഹബീബുല്ലാഹ് തിരുമുമ്പെത്തി. ചുഗന്ധി ഉബൈദത്തെ എടുത്തത് അമ്മ ചൊരിന്ത് വരും വഴിക്കൊഴുകൈ തമ്മ നികരവർ യാസിൻ ഹബീബുല്ലാന്റെ നേശത്തിരു മുമ്പിൽ കിടത്തി കേറ്റി. വെഞ്ചക്കളം വീട്ട് പിരിന്തോനാണേ വെളിച്ചേർ ഷഹീദാമോ അന പൊന്മാനേ. വിഞ്ചക്കളം വീട്ട് പിരിന്തോനാണേ വെളിച്ചേർ
വിളിച്ചേർ ഷഹീദാമോ പൊന്മാനേ. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉബൈറത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്തിലാണ് ഉബൈറ റളിയല്ലാഹു അൻഹുവിന്റെ കാല് കണ്ടമായിരിക്കുന്നല്ലോ, അതിൽ നിന്ന് ധാരാളമായി ചോരകൾ ഒലിക്കുകയാണ്. ഉബൈദത്ത് സകറാത്തിന്റെ വേദനയിലാണ്, വയസ്സനാണ്. മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കിടത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞങ്ങൾ അത്തഹിയാത്തിന് ഇരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ഉബൈറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ തലനെ വലിച്ചിട്ട് തന്റെ മടിയിലേക്ക് വെച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ തടകി കൊടുക്കുമ്പോ നിഗവറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ നേശത്തിരു മുമ്പിന് കിടത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള മടിയിൽ കിടന്നിട്ട് ഉബൈറത്ത് റളിയല്ലാഹു അൻഹു എന്റെ കണ്ണിനെ റസൂലുള്ളാഹി മെല്ലെ ഇങ്ങനെ തടകി കൊടുത്തപ്പോ ഉബൈദ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അരക്കണ്ണു തുറക്കുകയാണ്. ആ തുറക്കുമ്പോൾ ആരെയാണ് ഞാൻ കാണുന്നത്? മുത്തു റസൂലുള്ളാഹിന്റെ മടിയിലാണോ ഞാൻ കിടന്നിട്ടുള്ളത്? റസൂലിനെ കാണലോടുകൂടെ ആ സക്കറാത്തിന്റെ വേദനയിൽ ഉബൈറത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബി തങ്ങളോട് പറയുകയാണ്, ചൊല്ലുകയാണ്. എന്താണെന്നറിയോ? യാ നബിയേ, ഞാനിപ്പോൾ മരണപ്പെട്ടു പോകും നബിയേ, ഞാൻ ഷഹീദായി പോകും നബിയേ, എന്റെ കാല് കണ്ടമായിരിക്കുന്നു, സഹിക്കാൻ കഴിയുന്നില്ല, ഒന്ന് ദുആരക്കു നബിയേ. എന്റെ മക്കൾ യതീമായല്ല നബിയേ, എന്റെ മക്കൾക്ക് ആരുണ്ട് നബിയേ, എന്റെ പെഞ്ഞായി വിധവയായല്ല നബിയേ, എന്റെ പെഞ്ഞായിക്ക് ആരുണ്ട് നബിയേ എന്നല്ല ഉബൈറത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. യാ റസൂലല്ലാഹ്, വെഞ്ചം കളം വീട്ട് പിരിന്തോനാണ്, വെളിച്ചെറു ഷഹീദാമോ അനപുമ്മാനേ. യാ റസൂലല്ലാഹ്, ഞാൻ യുദ്ധത്തിലേക്ക് വന്നത് എനിക്ക് വലിയ പേര് കിട്ടണം, ഞാൻ വലിയ ധീരനാണ്, സുജായിയാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയല്ല നബിയെ. ഞാൻ യുദ്ധത്തിലേക്ക് വന്നത് ജയിക്കാൻ വേണ്ടിയല്ല, ഞാൻ മരിക്കാൻ വേണ്ടി വന്നവനാണ്. ഞാൻ അവിടെ നിന്ന് ഉത്തുബത്തിനോട് ഘോരമായി യുദ്ധം ചെയ്യുന്ന നബിയെ. ഞാനതാ സ്വർഗം കാണുകയാണ്. റസൂലല്ലാഹ്, അലാ വഇന്ന ഫിൽ ജന്നതി ഉറുഫത്തുൻ മിൻ യാഖൂതത്തിൻ ഹംറാ. യുദ്ധം ചെയ്തിട്ട് ഒരാള് മരണപ്പെട്ടു പോയാൽ ചുവന്നതായ മാണിക്യങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൊട്ടാരം സ്വർഗത്തിൽ തരാമെന്ന് റസൂലുള്ള പറഞ്ഞതല്ലേ. ആയതുകൊണ്ട് നബിയേ, ഞാൻ സ്വർഗം വേണമെന്ന് യുദ്ധം ചെയ്തവനാണ്. ആ മുത്തുബത്ത് എന്റെ ചങ്കിലേക്ക് കൊത്തിയത് എന്റെ കാളിലേക്ക് കിട്ടിയതാണ്. ഞാനിപ്പോൾ മരിച്ചിട്ടില്ല, ഞാൻ അസ്റായിലിനെ കാണുന്നു നബിയേ, ഞാൻ അസ്റായിലിനെ കാണുന്നു നബിയേ, ഞാനിപ്പോൾ മരിച്ചു പോകും നബിയേ. ഞാൻ ഇവിടെ മരിച്ചാൽ ഇത് ബദറിന്റെ യുദ്ധക്കളമല്ല, പോർക്കള യുദ്ധക്കളം അവിടെയാണ്. ഞാൻ ഇവിടെ മരിച്ചാൽ എനിക്ക് അവിടെ മരിച്ച കൂലി കിട്ടുമോ നബിയേ? ഞാൻ ഷഹീദാമോ നബിയേ? എനിക്ക് ദീനിന് വേണ്ടി ചോര കൊടുത്ത കൂലി കിട്ടുമോ നബിയേ? സുബ്ഹാനല്ലാഹ്, ഞാൻ ഇവിടെ മരിച്ചെങ്കിൽ ഞാൻ അവിടെ മരിച്ച കൂലി എനിക്ക് കിട്ടുമോ യാ റസൂലല്ലാഹ്? ആ ബസനായ ഉബൈറത്ത് റളിയല്ലാഹു അൻഹു നോമ്പിൽ ഉസ്താദ് ഞാൻ 5 നോമ്പ് പിടിച്ചിട്ടില്ല, ദുആരക്കൂറ് നാണക്കെടാന്നില്ലപ്പ. അതിന് ചെല്ലാണ് പബ്ലിക്കിൽ പിടിച്ചിട്ടില്ല, അതിനെന്തിന്റെ ദുആരക്കുന്നത്? ദുആരക്കൊരു എന്തിന് ദുആരക്കുന്നത്? നോമ്പ് പിടിച്ചില്ല, അത് ഭയങ്കര വിശേഷത്തിന് ഗാസ്റ്റിക്കടെ മിസ്റ്റിക്ക് നോമ്പേ ഇല്ല ഈ വർഷ. നിസ്കരിക്കൊണ്ട് കാവിടെ ഇല്ല. വലിയ ആള് നോമ്പ് പിടിച്ചിട്ട് വയസ്സനായ ഉബൈറത്ത് റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ കാലില്ലാതെ കടന്നിട്ട് പറഞ്ഞു, ഇനി നാളെ ഞങ്ങളൊക്കെ മഹ്ശറയിലേക്ക് എത്തിയാൽ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹ് നമ്മളോട് നീ നിസ്കരിച്ചിനി ആ നിസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നോമ്പ് പിടിച്ചിനി, ഹജ്ജിക്ക് പോയിനി, സകാത്ത് കൊടുത്തിനാ, അതെന്തിനാ അങ്ങനത്തേത്? കൊടുത്തുനി 10 പൈസ 20 പൈസ 4 അല്ല 50 പൈസ 1 രൂപ 2 രൂപ, അതല്ല സക്കാത്ത്. ഏതാകട്ടെ ഉബൈറത്ത് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ ഉബൈറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തിലേക്ക് നോക്കിട്ട് പറഞ്ഞത്, ചെഞ്ചൊൽ ഫളേലോറ്റ് ഷഹീദാകും നീ,
ചെവിത്തെ ഉബൈദത്തോർ ഷെഹറുണ്ടുന്നേ യാ ഉബൈദ നിങ്ങൾ ഇവിടെ മരിച്ചാലും അവിടെ മരിച്ചാലും ഇന്ന് മരിച്ചാലും നാളെ മരിച്ചാലും ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് മരിച്ചാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് മരിച്ചാലും എങ്ങനെ മരിച്ചാലും നിങ്ങൾ ബദരീങ്ങളിൽ പെട്ട ഷഹീദാണ്, നിങ്ങൾ രക്തസാക്ഷിയാണ് എന്ന് നാളെ അള്ളാവിന്റെ കോർട്ടിൽ മഹ്ശറിൽ ഞാൻ പറയാം അള്ളാവിനോട് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതായ സമയത്തിന് ആ പിടപിടക്കുന്ന കരയുന്ന ഉബൈറത്ത് തങ്ങള് സക്കറാത്തിന്റെ വേദനയിലുള്ള ഉബൈറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുഖമതാ പ്രകാശമാകുകയാണ്, അത് പ്രകാശിക്കുകയാണ്. അവിടുന്ന് ചിരിക്കുകയാണ് ഉബൈറത്ത്. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? فإني مسلم وأرجو به عيشا من الله عاليا فألبسني الرحمن من فضل منه لباسا من الإسلام غطى المساويا. അതിന്റെ ഷോർട്ട് അർത്ഥം എന്ന് പറഞ്ഞാൽ എന്റെ കാല് മാത്രമാണ് മുറിച്ചു പോയത്, എനിക്കത് ബേജാറില്ല. അബൂജാഹിലിന്റെ പട്ടാളക്കാരേബാ എന്റെ ഇടത്തെ കാലിനെ മുറിച്ചോ, എന്റെ വെളത്തെ കയ്യിനെ കൊത്തിക്കോ, എന്റെ ഇടത്തെ കയ്യിനെ മുറിച്ചോ, എന്റെ ശരീരത്തെ നീ കഷ്ടം കഷ്ടം കഷ്ടമാക്ക്, തുണ്ടം തുണ്ടമാക്ക്, അവിടെ കണ്ടമാക്കിട്ട് നീ ചാട്, നീ എറിയ്, എനിക്ക് പ്രശ്നമല്ല. ഞാൻ ബദരീകളിൽ പെട്ട ഷഹീദാണ്, ഞാൻ ശുഹദായിൽ പെട്ടവനാണ്, ഞാൻ ബദരീകളിൽ പെട്ട രക്തസാക്ഷിയാണ് എന്ന് ഉബൈറത്ത് റളിയല്ലാഹു അൻഹു സക്കറാത്തിന്റെ വേദനയിൽ 3 ദിവസം നോമ്പുണ്ടായിരുന്നു, നോമ്പ് വിട്ടിട്ടില്ല. 3-ാമത്തെ ദിവസം മുത്തു റസൂലുള്ളാഹിന്റെ ആ ഖൈമയിൽ വെച്ചിട്ട് ഉബൈറത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉബൈറത്ത് റളിയല്ലാഹു അൻഹു ഹക്ക് കൊണ്ട് ബദരിങ്ങളെ ശുഹദാ, ദീനിന് വേണ്ടി കാവലിന് വേണ്ടി ആദ്യത്തെ ചോര കൊടുത്ത ആള് ബദർ. ആ മഹാന്റെ ഹക്ക് കൊണ്ട് റബ്ബേ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും നീ പുറത്തു തരണേ അല്ലാഹ്. നമ്മളെല്ലാവരെയും മുത്തു ഹബീബ് തങ്ങൾക്കുള്ള ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി. എത്രയോ ബദരിങ്ങൾക്കുള്ള കഥ ഞങ്ങൾ പറഞ്ഞു, കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് പാഠമെടുത്ത് ഉസ്താദമാരുണ്ട്. ബദരിങ്ങൾ കഥ കേട്ട് എന്തുമില്ലെങ്കിലും ബദരിങ്ങൾ ആണ്ടിന് ചീറിന് കൊടുത്തിട്ട് നോമ്പിൽ ബദരിങ്ങൾ ആണ്ട് കേൾക്കാത്ത പള്ളിയുണ്ടോ? ആ ബദരിങ്ങളൊന്ന് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും കാണാനുള്ള ഭാഗ്യം ബദരിങ്ങൾ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമല്ലോ. ബദരിങ്ങളെ വിട്ടിട്ട് ഒരു കളിയില്ല, ബദരിങ്ങളെ വിട്ടിട്ട് ഒരു കളിയില്ല. ബദരിങ്ങൾക്കുള്ള ആ കാവല് ഹിഫ്ള് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഉബൈറത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായി, അതവിടെ ഇരിക്കട്ടെ. അവിടെ എന്തായി? ഉത്ബത്ത് ശൈബത്തിനെ ഹംസ റളിയല്ലാഹു അൻഹു കൊന്നില്ലേ, വലീദിനെ അലി കൊന്നില്ലേ. ഉത്ബത്ത് പാതി ചങ്കായിട്ട് ഇങ്ങനെ തുള്ളമ്പോ ഹംസയും അലിയാർ കുടിച്ചു കൊന്നു. അബൂജാഹിൽ കേട്ട കൂട്ടുകാരെ ഇത് ശരിയാ? അവർ പറഞ്ഞു അത് ശരിയല്ല, ഞമ്മക്ക് ഏതും ശരിയല്ല. പോ അല്ല, നോക്കൂ ഞമ്മളെ അളിയ ശൈബത്തിനെ ഹംസ കൊന്നു, ഞമ്മ മുണ്ടീന, ഞമ്മ മുണ്ടല, ഞമ്മ മുണ്ടെങ്കിൽ ഞമ്മ ഇരിക്കല, അല്ല മുണ്ടിന നിങ്ങൾ പണക്ക് പറഞ്ഞ ഇല്ല. വലീദിനെ അലി കൊന്നു, ഞമ്മ പോയിട്ടില്ല. ഞമ്മളെ ഉത്ബത്തിന് കുറച്ച് കൊത്ത് മാത്രമാണ് ഉബൈദത്ത് കൊത്തിയത്, ഹംസ അലിയാർ കൊന്നില്ലേ. അതുകൊണ്ട് അങ്ങനെ വിടാൻ പറ്റല. അപ്പൊ ഓർ പറഞ്ഞ് ബുടലങ്ങ് നീ എന്നെ പോ, ഞങ്ങ ഇല്ല. ഈ ഒക്കത്തെ പോയെങ്കിൽ അവർ 300 ആള് എന്താവും? കടലിലെ മീനിന്റെ കണ്ണ് പൊട്ടിക്കൊണ്ട് വന്നിട്ട് 5 കിലോ മുളക് അരച്ചിട്ട് കടലിലേക്ക് വിറ്റെങ്കിൽ എന്താവും? മുളകിന്റെ പൊടി കലക്കിട്ട് കടലിലെ മീനിനെ കൊല്ലണമെന്നിട്ട് കടലിലേക്ക് വിറ്റെങ്കിൽ കടലിലെ മീൻ ചാവുക. എന്നതുപോലെ നമ്മളെല്ലാം പോയിട്ട് വരെ ഗുളിങ്ക തിന്നിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അബൂജാഹിലും കൂട്ടുകാർ വീണ്ടും മുട്ടുകൾ തട്ട് തുടങ്ങിയിട്ട് നേരയത എണ്ട് കൊണ്ട് കഥ പിണ്ടരാവിയണി നിണ്ട് ചണ്ട കുറച്ചൊക്കെയും ഏറ്റമൂറ്റമൂറ്റമില് തീറ്റി വരുമത്തരാ. എണ്ട് കൊണ്ട് കഥ പിണ്ടറാവി അനടിണ്ട ചണ്ട കുറച്ചൊക്കെയും ഏറ്റമേറ്റം ബഹുമൂറ്റമില് തീറ്റം വരുവത്തരം. നിണ്ട് കണ്ടരികർ കൊണ്ട പോലെ മനം കൊണ്ട് ചണ്ടണി അടുപ്പതും നേരെ അണി ഓരെ പുരം ചേരെ കലർത്തതായി
എണ്ട് കൊണ്ട് കഥ പിണ്ടരാവി അനെ നിണ്ട ചണ്ട കുറശൊക്കയും ഏറ്റമേറ്റം വരു ഊറ്റമൂറ്റമിലെ തീറ്റ തീറ്റ വരരത്തരം നിണ്ട് കണ്ട് ഇര കണ്ടറിവ് പോലെ മണ്ട കൊണ്ട ചെണ്ടപ്പതും നേരെ നേരെയണിയോരയോരെ പുരം ചേരെ ചേരെ കലർദിപ്പതായി. അബൂജഹലിന്റെ 950ഓളം വരുന്ന ആണക്കാറ് കടൽ തരമാലളകിയതുപോലെ കടലിന്റെ തെര വരുന്നില്ലേ ഷഫായിട്ട് അവർക്കുള്ള ദൈവങ്ങളെ പേര് പറഞ്ഞിട്ട് തകർക്കും ഞങ്ങൾ ദീനുൽ ഇസ്ലാമിന് തകർക്കും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് അബൂജഹലിന്റെ കൂട്ടം ഇങ്ങനെ വരുമ്പോ മുത്ത് റസൂലുള്ളാഹി ഹംസ തങ്ങളോട് പറഞ്ഞു, ഹംസത്ത് നിങ്ങൾ വേണ്ടതുപോലെ സ്വഹാബത്തിനെ കൊണ്ടുപോയിക്കോ. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റെഡി വാ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. 1000ഓളം വരുന്ന അബൂജഹലിന്റെ പടയാളികൾക്കുള്ള ഉള്ളില് 305 സ്വഹാബത്ത്. അതിൽ 300 ഉബൈർ റളിയല്ലാഹുവിനോട് അങ്ങനെ കിടന്നിട്ടുണ്ട്. നബി തങ്ങൾക്ക് ഒരാൾ കാവൽ നിൽക്കുന്നു. എല്ലാരും യുദ്ധത്തിന് പോകുമ്പോ റസൂലുള്ളാഹിക്ക് ഒരു കാവല് വേണ്ടേ? ആർക്കും ധൈര്യമില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് കാവല് നിൽക്കാൻ യാ സുജാഇന്നാസ് അബൂബക്കർ. ജനങ്ങൾക്കുള്ള കൂട്ടത്തിൽ ഏറ്റവും വലിയ ധീരൻ സുജാഇയാണ് എന്റെ ചങ്ങായി സിദ്ദീഖ് തങ്ങൾ. നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, ബാക്കിയെല്ലാം പോയിക്കോ. സിദ്ദീഖ് റളിയല്ലാഹു ബാളിങ്ങനെ ഊറ്റി പിടിച്ചിട്ട് ഖൈമന്റെ ചുറ്റിത ഇങ്ങനെ കറക്കുന്നു. നിങ്ങൾ പോയിക്കോളി, റസൂലുള്ളാഹിക്ക് ഞാനുണ്ട്. എന്ത് ധൈര്യമാണ് സിദ്ദീഖ് തങ്ങൾക്ക്. നബിനെ കൊല്ലാൻ ശത്രുക്കൾ എങ്ങനെ വരും എന്നറിയാല, വേണ്ടിയവർക്ക് നബിയല്ലേ. പക്ഷെ സിദ്ദീഖ് തങ്ങൾക്ക് ബാക്കിയെല്ലാം പോയിക്കോ. അങ്ങനെ സ്വഹാബത്ത് എല്ലാവരും പോയി. അബൂജഹലിന്റെ 1000 പട്ടാളത്തിന്റെ മുന്നിൽ 300 ചില്ലറ സ്വഹാബത്ത്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ സ്വഹാബികളെ കാണുന്നില്ല, അബൂജഹലിന്റെ ആളെന്നെ കാണുന്നത്. കാണുവോ? സ്വഹാബത്ത് എവിടെ എന്താക്കിയറിയോ? ബിണ്ടിൽ നിണ്ടിരണ എണ്ട പുണ്ടരി മുകണ്ട മണ്ട തനിൽ തത്ത പോൽ. അത്ര ബദറിലിത്തുള്ളൂ. എനിക്കിപ്പൊ പറയാനില്ല, പേരൊന്നും പറയാനില്ല. അത് മതി. എങ്ങനെ സ്വഹാബത്ത് ഒരെ കയ്യിലെ ആയുധം ഇല്ലല്ലോ, ഓരെങ്ങനെ യുദ്ധം ചെയ്ത് മോയിൻകുട്ടി വൈദ്യർ നമുക്ക് പഠിപ്പിച്ച്. ബിണ്ടിൽ നിണ്ടിരണ എണ്ട പുണ്ടരി മുകണ്ട മണ്ട തനിൽ തത്ത പോൽ വിട്ടർ വെട്ടടികൾ തട്ടി വിട്ടുടലിൽ പറ്റി ചുറ്റ പിന ചെയ്വതായി. ബിണ്ടിൽ നിണ്ടിരണ എണ്ട പുണ്ടരി ഉഖണ്ട മണ്ടയിൽ തത്ത പോൽ. ബിണ്ടിൽ മാളത്തിൽ മാളം പൊത്തു പൊത്തിൽ നിന്ന് ബിണ്ടിൽ നിണ്ടിരണ എണ്ട പുണ്ടരി. ഇതാ കാടിന്റെ രാജ. മക്കളെ